ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന 90 ദിവസത്തെ മാനിഫെസ്റ്റേഷൻ ചലഞ്ചിന്റെ ആവേശകരമായ 15ാം ദിവസത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വിജയകരമായി നമ്മൾ 2 ആഴ്ചകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്നലെ നിങ്ങളുടെ ഡയറിയിലെ മാറ്റങ്ങൾ നോക്കിയപ്പോൾ ഉള്ളിൽ വലിയൊരു സമാധാനവും സന്തോഷവും തോന്നിയില്ലേ? ആ നാഴികക്കല്ല് പിന്നിട്ട എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഇന്നു മുതൽ നമ്മൾ ചലഞ്ചിന്റെ 3ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ഫ്രീക്വൻസി ഒന്നുകൂടി ഉയർത്താൻ പോവുകയാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന പോസിറ്റീവ് എനർജി എവിടെയാണുള്ളത് എന്നറിയാമോ? അത് പ്രകൃതിയിലാണ്. പ്രകൃതിയുടെ ആ ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ 10 മടങ്ങ് വേഗത്തിലാകും. നമ്മളിൽ പലരും എപ്പോഴും 4 ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും സ്ക്രീനുകൾക്ക് മുന്നിലാണ് സമയം ചെലവഴിക്കുന്നത്. ഇതുകാരണം നമ്മുടെ ഉള്ളിലെ എനർജി പെട്ടെന്ന് ബ്ലോക്കാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രകൃതിയിലേക്ക് നോക്കൂ, അവിടെ ഒന്നിനും ഒരു തിടുക്കമില്ല, എങ്കിലും എല്ലാം കൃത്യസമയത്ത് നടക്കുന്നുണ്ട്. പൂക്കൾ വിരിയുന്നു, പുഴകൾ ഒഴുകുന്നു, മരങ്ങൾ വളരുന്നു. പ്രകൃതി എപ്പോഴും സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാനം തന്നെ പ്രകൃതി നിയമങ്ങളാണ്. നമ്മൾ പ്രകൃതിയോട് കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജികൾ തനിയെ ഇല്ലാതാവുകയും മനസ്സ് പ്രപഞ്ചത്തിന്റെ അതേ തരംഗദൈർഘ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ ഉള്ളിലെ എനർജിയെ പ്രകൃതിയുമായി റീചാർജ് ചെയ്യാൻ പോവുകയാണ്. വളരെ ലളിതമായ എന്നാൽ നിങ്ങളുടെ സ്ട്രെസ് മുഴുവൻ മാറ്റാൻ കഴിയുന്ന ഒന്നാണ് ഇന്നത്തെ ടാസ്ക്. ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ രാവിലെയോ നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് ഇതാണ്. കുറഞ്ഞത് 5 മുതൽ 10 മിനിറ്റ് നേരം ഫോണും മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളും പൂർണ്ണമായി മാറ്റിവെക്കുക. നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോ ടെറസിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു പാർക്കിലോ പോവുക. ചെരുപ്പില്ലാതെ പച്ചപ്പുല്ലിലോ മണ്ണിലോ അല്പസമയം വെറുതെ നിൽക്കുകയോ നടക്കുകയോ ചെയ്യുക. പ്രകൃതിയിലെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ചുറ്റുമുള്ള മരങ്ങളെയും ചെടികളെയും പക്ഷികളെയുമൊക്കെ നോക്കി നിൽക്കുക. പ്രപഞ്ചം നമുക്ക് തന്നിരിക്കുന്ന ഈ മനോഹരമായ പ്രകൃതിയെ ഓർത്ത് ഉള്ളിൽ നിന്ന് നന്ദി പറയുക. അതിനുശേഷം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഡയറി എടുത്ത് കണക്റ്റഡ് വിത്ത് നേച്ചർ എന്ന് എഴുതുക. സുഹൃത്തുക്കളെ, നമ്മളും ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങും. ഇന്ന് തന്നെ ഈ ടാസ്ക് ചെയ്ത് ആ ഒരു പോസിറ്റീവ് എനർജി സ്വന്തമാക്കൂ. 15ാം ദിവസത്തെ ഈ മനോഹരമായ ടാസ്ക് പൂർത്തിയാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഡേ 15 റെഡി എന്ന് ഉറപ്പിച്ച് രേഖപ്പെടുത്തുക. സ്ഥിരതയോടെ മുന്നോട്ടു പോവുക. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് ഇനി 75 ദിവസങ്ങൾ മാത്രം. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ പൂർണ്ണമായി വിശ്വസിക്കുക. നാളത്തെ 16ാം ദിവസത്തെ വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ പോസിറ്റീവായിരിക്കുക.